ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കമായിരിക്കുന്നു. 410 വള്ളസദ്യകളാണ് ഈ വർഷം ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. മന്ത്രി KB ഗണേഷ് കുമാർ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. AV ജയശങ്കർ ചേരുന്നുണ്ട് ആറന്മുളയിൽ നിന്ന്. ജയശങ്കർ, കാത്തിരുന്ന വള്ളസദ്യ എത്തിയിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ഇത്. എത്ര കരകളാണ് പങ്കെടുക്കുന്നത്? ഇന്നിപ്പോൾ 11 മണിക്ക് അതിന് തുടക്കമായി. പള്ളിയോടങ്ങളുടെ ഒരു വരവൊക്കെ, അതൊക്കെ എപ്പോഴായിരിക്കും? പറയൂ കൂടുതൽ വിവരങ്ങൾ. പള്ളിയോടങ്ങളൊക്കെ എത്തി, വള്ളസദ്യ തുടങ്ങുകയും ചെയ്തു. വഞ്ചിപ്പാട്ടിന്റെ ആരവത്തിൽ വള്ളസദ്യ ഇതിനോടകം തന്നെ ആരംഭിച്ചു. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാറുണ്ട്, സ്വന്തം വീണ ജോർജ് ഉണ്ട്. മിനിസ്റ്റർ, സ്ഥിരം ഇങ്ങോട്ട് വരുന്ന ഒരാളല്ലേ? ഈ വർഷം എന്തെങ്കിലും കഴിക്കുന്ന ആദ്യമായിട്ട് വള്ളസദ്യക്ക് വന്നിട്ടുണ്ട്. സദ്യ കഴിക്കുന്ന ആദ്യമായിട്ട്. ഒരുപാട് വിഭവങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ. വിഭവങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ്. വിഭവം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന ഒരു അവസ്ഥയാണോ? വിഭവങ്ങൾ കഴിച്ചാൽ തന്നെ വയറ് നിറയും, കാണുമ്പോൾ തന്നെ വയറ് നിറയും. ഇത്രയും വീണ ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് സ്ഥിരം വള്ളസദ്യ തന്നെയാണല്ലോ? തീർച്ചയായിട്ടും ഒരു വർഷം തന്നെ എത്രയോ തവണ വള്ളസദ്യ വന്നിവിടെ കഴിക്കും. കാരണം ഇതിന്റെ നമ്മുടെ നാടാണല്ലോ. അപ്പൊ നാടിന്റെ സംസ്കാരം തീർച്ചയായിട്ടും, അതായത് ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ, ഈശ്വരൻ, പ്രകൃതി. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാല് ഇവിടെ ഒരു കലയുടെയും സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും ഒക്കെ തന്നെ ഒരു സംരക്ഷണവും അത് തലമുറകൾക്ക് കൈമാറുന്ന വളരെ മനോഹരമായ അനുഭവമാണ്. സദ്യ തന്നെ ഒരു കലയല്ലേ? റാന്നി എന്ന് പറയുന്നത്, റാന്നിയിലും പള്ളിയോടങ്ങളുണ്ടല്ലോ. ആ പള്ളിയോടങ്ങളെല്ലാം കാട്ടൂരിൽ നിന്നാണ് തിരുവോണത്തോണി പുറപ്പെടുന്നത്. ആ പള്ളിയോടങ്ങളെല്ലാം ഒരു വലിയ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. അതിന്റെ താളം, വള്ളപ്പാട്ട്, വള്ളസദ്യ, ഇതെല്ലാം ഹൃദയത്തിൽ, നമ്മുടെ നെഞ്ചിലെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരാണ് ഈ ജനത. എന്തായാലും ഈ വള്ളസദ്യ തുടങ്ങിയിട്ടുണ്ട്. ഈ 40-ലധികം വിഭവങ്ങൾ ഒരേ സമയം ഇലയിൽ വിളമ്പും. അതിനുശേഷം ബാക്കി വരുന്ന 20ഓളം വിഭവങ്ങൾ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് വിളമ്പുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആളുകൾ കഴിക്കുന്നത് കാണാം. ഒപ്പം തന്നെ അപ്പുറത്ത് വഞ്ചിപ്പാട്ടിന്റെ താളമുണ്ട്. അവിടെ വഞ്ചിപ്പാട്ട് മുഴക്കി ഒരു യുവതലമുറ ഇത്തരത്തിൽ അവരുടെ ആചാരവും സംസ്കാരവും ഒക്കെ പാലിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇങ്ങനെ അത് വലിയ ആവേശമാണ്. കാരണം കേരളത്തിൽ മറ്റെവിടെയും ഇത്തരത്തിൽ ഭക്ഷണം ചോദിച്ച് അത് കഴിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു ജയശങ്കർ, ആ പാട്ട് കേൾപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. തീർച്ചയായും സഞ്ജയ് ആ പാട്ട് കേൾപ്പിക്കും. കാരണം പാട്ടിന്റെ ഈണത്തിൽ ഓരോ സാധനങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ സദ്യ ആവശ്യപ്പെടുന്നത്. ചേട്ടാ, പാട്ടൊന്ന് പാടൂ. വഞ്ചിപ്പാട്ടൊന്ന് പാടും. മല്ലാരിയാണെ വെറുതെ കലകമ്പവിക്കും. ചേട്ടാ പാട്ടൊന്ന് പാടും. അപ്പുറത്തെ മറ്റൊരു സംഘം വലിയ ആവേശത്തോടെ പാടും. വഞ്ചിപ്പാട്ടിന്റെ ആവേശത്തിൽ ആറന്മുളയിൽ സദ്യ വിളമ്പാൻ തുടങ്ങി. എത്ര കഴിച്ചാലും മതി വരാത്ത അത്ര രസകരമായ ഭക്ഷണമാണ്. വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിഭവങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ആറന്മുളയിൽ ഉണ്ടാവുക. ഇനി വരുന്ന 80-84 ദിനങ്ങൾ ആറന്മുളക്കാരെ സംബന്ധിച്ച ആഘോഷമാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ സദ്യ തന്നെയാണ് ഇവിടുത്തെ വലിയ ഹൈലൈറ്റ്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ. ജയശങ്കർ, നമ്മളൊരിക്കൽ SKN40 യാത്രയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ ചെന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങൾ പോലെയല്ല. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ്. ഓരോ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ അവരുടെ ഒരു ആവേശമാണ് അതിൽ ഏറ്റവും പ്രധാനം. പ്രഥമൻ ചോദിക്കുന്നു, അതിങ്ങനെ ഓരോന്നും ചോദിച്ചത് പാട്ടിലൂടെ ചോദിക്കുകയാണ്. വളയിട്ട കൈകൾ എന്ന പാട്ടിലുണ്ട്. പക്ഷെ ഇപ്പോൾ വളയിട്ട കൈകൾ മാത്രമല്ല സദ്യ ഉണ്ടാക്കുന്നത്. ഏറ്റവും രുചികരമായ സദ്യ ഉണ്ടാക്കുന്നത് നളവാചകം എന്ന് നമ്മൾ പണ്ട് പറയുന്നത് പോലെ അവരെല്ലാം ഉണ്ടാക്കും. ആ രീതിയിൽ അവരതിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നു. ഒപ്പം ഈ ഇലയിലെ സദ്യ, അതിലെ വിഭവങ്ങൾ, അതിൻ്റെ രുചിക്കൂട്ടുകൾ, അതൊക്കെ തന്നെ വലിയ നിറപ്പകിട്ടാർന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം പല ചേരികളിൽ നിന്ന് ഓരോ വിഭാഗക്കാർ അതിങ്ങനെ പങ്കെടുക്കുമ്പോൾ അവരത് ഏറ്റവും മനോഹരമാക്കാനും അതിൽ അവരുടെ ഒരു പങ്കാളിത്തം അത് ഉറപ്പുവരുത്താനും ഏറ്റവും കൂടുതൽ പേരെ ഓരോ കരയിൽ നിന്നും
പങ്കെടുക്കുന്നു. അതുപോലെ വള്ളങ്ങൾ വരുന്നു, അതിൻ്റെ ഒരു സൗന്ദര്യം, പാട്ട് എല്ലാം നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ, മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ കലയുണ്ട്, അതിൽ ചരിത്രമുണ്ട്, അതിൽ വിശ്വാസമുണ്ട്, ഐതിഹ്യമുണ്ട്. ഒരു നാട് ഒന്നാകെ ചേർന്ന് നിൽക്കുന്ന വള്ളസദ്യയാണ്. അപ്പോൾ അതിൽ ആ രീതിയിൽ ചരിത്രം പറയാവുന്ന ആരെങ്കിലും അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് അതുകൂടി ചോദിക്കാമെന്ന് തോന്നുന്നു. അത് തന്നെയാണ്, ഇവിടെ ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, ഇവരുടെ ആചാരമുണ്ട്, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ ഓരോ ഇലയിലേക്കും വിഭവങ്ങൾ വരുന്നത് പാട്ടുപാടി ആ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അവർ ചോദിച്ച് അങ്ങനെയാണ് വിഭവങ്ങൾ എത്തുക. ഇനി വരുന്ന 84 ദിവസം ഈ ആചാരം ഇങ്ങനെ തുടരും. ഇവർക്ക് ആചാരമാണ്, വിശ്വാസമാണ്. അതിനപ്പുറം ഇവരുടെ വലിയൊരു ഉത്സവമാണ്. ഈ നാടിന്റെ, ഈ ദേശത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ്. കേരളത്തിൽ മറ്റെവിടെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പൊതുവിൽ അന്നദാനം നൽകുമെങ്കിലും ഇത് അതൊന്നുമല്ല. 52ഓളം ദേശങ്ങളിൽ നിന്ന് പള്ളിയോടങ്ങൾ വരും. ആ പള്ളിയോടങ്ങളിൽ എത്തുന്ന ആളുകൾ ഇവിടെ ഭക്ഷണം നൽകും. അങ്ങനെ വലിയൊരു ആഘോഷം, ഉത്സവവും ഒക്കെയാണ്. അത് ആറന്മുളക്കാർ എന്തായാലും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിരവധി ഹോളുകളിലായി ഇത്തരത്തിൽ സദ്യകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പാട്ടിന്റെ ആരവത്തിലാണ്, പാട്ടിന്റെ ഓളത്തിലാണ്. നിരവധി പ്രമുഖരല്ലാത്തവരും അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഒഴുകിയെത്തും. വലിയൊരു തിരക്ക് ഇവിടെയുണ്ട്. പല ദേശങ്ങളിൽ നിന്ന്, പല കരകളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തും. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഭവങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഭവങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇവിടെ ഉള്ളത്. 20-ലധികം വിഭവങ്ങൾ ഒരേ സമയം ഇലയിൽ വിളമ്പും. അതിനുശേഷം പാട്ടൊക്കെ ചൊല്ലി, വഞ്ചിപ്പാട്ടൊക്കെ ചൊല്ലി വിഭവങ്ങൾ ആവശ്യപ്പെട്ട് അങ്ങനെ 64 വിഭവങ്ങൾ നമ്മുടെ ഇലയിലേക്ക് വരും. നമുക്ക് വലിയൊരു ആഘോഷമല്ലേ? 84 ദിവസം ഇവിടെയൊക്കെ തന്നെ. മോനെ, എങ്ങനെയുണ്ട് സദ്യയൊക്കെ? നീ ഇവിടെ തന്നെയാണോ? അല്ല, ഇടയ്ക്കൊക്കെ വരും. നല്ല സദ്യയാണ്. നിങ്ങളെ ആഘോഷമല്ലേ ഈ നീ വരുന്നത്? പിന്നെ അതെ, ആഘോഷമാണ്. 4 മാസത്തോളം വളർത്തുന്ന ആഘോഷമാണ് ഞങ്ങളുടെ. ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് പുറത്തുള്ള ആളുകളൊക്കെ എന്താ പറയുന്നത്? പുറത്തുള്ള ആളുകളൊക്കെ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്ത് പറയാറുണ്ട്? അഭിപ്രായമാണ്, കരിവർക്കം കഴിക്കാൻ പറ്റുന്നില്ല. എന്തിനായിരുന്നാലും ഈ വള്ളസദ്യ നല്ല സദ്യ വിഭവങ്ങളായി വള്ളസദ്യ വളരെ ഗംഭീരമാണ്. നമ്മുടെ കോന്നി സ്റ്റിംഗർ അനുണ്ട്. വാർത്തകളുടെ തിരക്കിനിടയിലും അനു വള്ളസദ്യക്ക് വന്നിട്ടുണ്ട്. ഇനി ആഘോഷം, ഇനി ആഘോഷമാണ്. ആറന്മുളക്ക് ഇനിയും 3 മാസം ആഘോഷമാണ്. ഇതിന്റെ ഇടയ്ക്ക് വാർത്തകളൊക്കെ തരുമോ? 3 ദിവസത്തിന്റെ ഇടയ്ക്ക് തരും. അനു നമ്മുടെ കോന്നി സ്റ്റിംഗർ ആണ്, സജീവമായി വാർത്ത തരുന്ന ആളാണ്. എന്തായാലും ഇവിടെ ആറന്മുളയിൽ എങ്ങനെ ആഘോഷം പോവുകയാണ്. ഈ പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, നമ്മൾ കുറേ കാലമായിട്ട് ഇതിന്റെ ഭാഗമാണ്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആറന്മുള തിരുവാറന്മുളപ്പൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു വിഭവമാണ്, ഒരു വഴിപാടാണ്. ഇത് മനുഷ്യർക്ക് അന്നം കൊടുക്കുക എന്നത് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടവരദാനമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവേശത്തിലാണ് അത് തന്നെയാണ് ആറന്മുളക്കാർ പറയുന്നത്. വലിയ ആവേശത്തിലാണ്. ആ ആവേശം തുടരും. അത് സദ്യയുടെ ഭക്ഷണത്തിന്റെ ഓളത്തിൽ കൂടിയായിരിക്കും. യെസ്, എ വി ജയശങ്കറാണ് ആറന്മുളയിൽ നിന്ന് വള്ളസദ്യയുടെ തത്സമയ ദൃശ്യങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി 82 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യക്കാണ്